Hello, my dear students. എൻ്റെ പേര് സുഹൈലാണ്, നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വെൽക്കം ടു അവർ ഓൺ യൂട്യൂബ് ചാനൽ ലേൺ വിത്ത് ജിബിൻ. ഓക്കെ, നേരെ കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കെമിക്കൽ ഇക്വിലിബ്രിയത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്, അല്ലെങ്കിൽ കെമിക്കൽ ഇക്വിലിബ്രിയത്തിലെ ഏക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. ബാക്കിയൊക്കെ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ ലാഘവത്തോടു കൂടി കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിക്കൽ ഇക്വിലിബ്രിയത്തിലെ ടോപ്പിക്കാണ് ലേ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ. ഒരുപാട് പേര് ചോദിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. ലേ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിളിനെ പറ്റി പറയുകയാണെങ്കിൽ ലേ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ സിമ്പിൾ ആണ്. ലേ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ പവർഫുൾ ആണ്. ലേ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ സിമ്പിൾ ആണെന്ന് പറയാൻ കാരണം ഇറ്റ് ഈസ് എ സിംഗിൾ സ്റ്റേറ്റ്മെന്റ്. അതൊന്നും മനസ്സിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ പവർഫുൾ ആണെന്ന് പറയാൻ കാരണം ആ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് കെമിക്കൽ ഇക്വിലിബ്രിയത്തിനെ ബാധിക്കുന്ന എല്ലാ ഫാക്ടേഴ്സിനും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് വൈ വി സേ ഇറ്റ് ഈസ് സിമ്പിൾ ബട്ട് പവർഫുൾ. Therefore, ലേ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. ലേ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ ഡീൽ ചെയ്യുന്നത് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു കഴിഞ്ഞ സിസ്റ്റത്തിന്റെ മുകളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളുടെ ഫലങ്ങളെ പറ്റിയാണ്. അതായത് ഏതെങ്കിലും ഒരു സിസ്റ്റം നിങ്ങൾ എടുക്കുകയാണ്. സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് എ തെർമോഡൈനാമിക് സിസ്റ്റം? തെർമോഡൈനാമിക് സിസ്റ്റം ഇസ് ദി റിയാക്ഷൻ. നമ്മളൊരു റിയാക്ഷനെ പറ്റിയാണ് സംസാരിക്കുന്നതെങ്കിൽ ആ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന റിയാക്ടൻസ്, പ്രോഡക്ട്സ്, ആ റിയാക്ഷൻ വെസലിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ എല്ലാം മൊത്തത്തിൽ നിങ്ങൾ ആരുടെ പ്രോപ്പർട്ടീസ് ആണോ കാണാൻ നോക്കുന്നത്, ആ പ്രോപ്പർട്ടീസ് ആരെ പറ്റിയാണോ ആ ഒരു ഭാഗത്തെ, ഈ യൂണിവേഴ്സിന്റെ ആ ഒരു ഭാഗത്തെ വിളിക്കുന്ന പേരാണ് സിസ്റ്റം. അതിന് ചുറ്റുമുള്ളതൊക്കെ സറൗണ്ടിങ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഹേബസ് പ്രോസസ്സിലെ സിസ്റ്റം ആണെന്ന് കരുതിക്കോ. ഹേബസ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രോജനും ഹൈഡ്രോജനും റിയാക്ട് ചെയ്തിട്ട് അമോണിയ ഉണ്ടാവുന്ന പ്രോസസ്. ആ പ്രോസസ്സിൽ എന്റെ റിയാക്ടൻസ് നൈട്രോജന്, ഹൈഡ്രോജന്, എന്റെ പ്രോഡക്റ്റ് അമോണിയ, ഇവരെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന റിയാക്ഷൻ വെസൽ, ഇവരെ മൊത്തത്തിൽ ഞാനൊരു സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യും. അതാണ് എന്റെ സിസ്റ്റം. എങ്കിൽ ഞാനൊരു സിസ്റ്റം എന്ന് പറയുകയാണെങ്കിൽ ഐ ആം കൺസിഡറിങ് ദി റിയാക്ഷൻ ആൻഡ് ദി റിയാക്ടൻസ് ആൻഡ് ദി പ്രോഡക്ട്സ് ഇൻക്ലൂഡഡ് ഇൻ ദി റിയാക്ഷൻ വെസൽ. ഓക്കെ, സോ ദാറ്റ് ഈസ് അവർ സിസ്റ്റം. എങ്കിൽ ഓൾറെഡി ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞ സിസ്റ്റംസ് നമ്മളായിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ അതിന്റെ ഇക്വിലിബ്രിയം നഷ്ടപ്പെടുകയും അതിനുശേഷം എങ്ങനെ ഇക്വിലിബ്രിയം തിരിച്ചു കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. Okay, so we are discussing the factors affecting equilibrium. Each factor affecting equilibrium can be explained by a simple statement that is called as Le Chatelier principle. അപ്പോൾ Le Chatelier principle എന്താണെന്ന് കേട്ടു നോക്കാം. എന്താണ് Le Chatelier principle? Le Chatelier principle ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ it states that if there is a change in any of the factors affecting equilibrium like pressure, concentration, temperature, etc., then the system readjusts itself. How? The system readjusts itself in such a way so as to minimize or counteract the effect of the change. മനസ്സിലായില്ലേ? എന്താ മനസ്സിലായത്? യെസ്, നിങ്ങളായിട്ട് ഏതെങ്കിലും ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞ സിസ്റ്റത്തിന്റെ മുകളിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ, എന്തിലൊക്കെയാണ് മാറ്റം വരുത്തുന്നത്? കോൺസെൻട്രേഷൻ, പ്രഷർ, ടെമ്പറേച്ചർ പോലുള്ള പ്രോപ്പർട്ടീസിൽ മാറ്റം വരുത്തിയാൽ എന്താണോ നിങ്ങൾ വരുത്തിയ മാറ്റം, അതിനെ എങ്ങനെയെങ്കിലും മിനിമൈസ് ചെയ്യാനോ കൗണ്ടറാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ എതിർക്കാനോ എന്താണോ സിസ്റ്റത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, ആ പറ്റുന്ന രീതിയിൽ സിസ്റ്റം സ്വയം അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, എങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ കാര്യം കണ്ടു നോക്കാം. സപ്പോസ് ഐ എം ചേഞ്ചിങ് ദി കോൺസെൻട്രേഷൻ ഞാൻ കൂട്ടുകയാണ്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റോ പ്രോഡക്റ്റോ എന്തെങ്കിലും ഞാനൊന്ന് കൂട്ടിയാൽ അതിന്റെ കൗണ്ടറാക്ഷൻ എന്തായിരിക്കും? നിങ്ങൾ എന്നെ ചിന്തിച്ചു നോക്കൂ. കോൺസെൻട്രേഷൻ കൂടിയാൽ അതിന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. ആ മിനിമൈസ് ഓർ കൗണ്ടറാക്ട് ദി എഫക്ട് ഓഫ് ദി ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ മാറ്റം വരുത്തിയത് അതിന് നേരെ ഈക്വൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കൗണ്ടറാക്ഷൻ ആയിരിക്കും സിസ്റ്റത്തിന് ഉണ്ടാവുക. എങ്കിൽ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് അറ്റ് ഇക്വിലിബ്രിയം പ്രോപ്പർട്ടീസ് ലൈക്ക് കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഓഫ് ദി സിസ്റ്റം റിമെയിൻ കോൺസ്റ്റന്റ്. ഈ പറഞ്ഞ കോൺസെൻട്രേഷൻ, പ്രഷർ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കുന്നിടത്തോളം കാലം സിസ്റ്റം ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഇവയിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ എന്തുണ്ടാവും? ഇക്വിലിബ്രിയം നഷ്ടമാവും. എങ്കിൽ ഇക്വിലിബ്രിയം തിരിച്ച് വീണ്ടും അറ്റൈൻ ചെയ്യാന്നുള്ളതാണ് എല്ലാ സിസ്റ്റത്തിന്റെയും ലക്ഷ്യം. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇക്വിലിബ്രിയം ഇസ് ദി മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് ഓഫ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ. അപ്പൊ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്. ആ സ്റ്റേറ്റിൽ നിന്നും എന്തെങ്കിലും മാറ്റം ഉണ്ടായാൽ എങ്ങനെയെങ്കിലും പഴയ സ്റ്റേറ്റിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏതൊരു സിസ്റ്റത്തിന്റെയും ആഗ്രഹവും ലക്ഷ്യവും. എങ്കിൽ നമുക്കൊന്ന് കണ്ടു നോക്കാം. എഫക്ട് ഓഫ് കോൺസെൻട്രേഷൻ ചേഞ്ച്. Suppose concentration of
reactance is increased. എന്താണ് ഉണ്ടായ മാറ്റം? ദി ചേഞ്ച് ഇസ് ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് കൂടിയാൽ സിസ്റ്റം എന്താണ് ശ്രമിക്കുന്നത്? ആ മാറ്റത്തിനെ കൗണ്ടറാക്ട് ചെയ്യാൻ. ഈ ഇൻക്രീസിന്റെ കൗണ്ടറാക്ഷൻ എന്തായിരിക്കണം മക്കളെ? യെസ്, ഡിക്രീസ്. നിങ്ങളായിട്ട് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് കൂട്ടിയാൽ സിസ്റ്റം ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ കൂടിയ കോൺസെൻട്രേഷനെ തിരിച്ച് കുറയ്ക്കാനാണ്. എന്നാലേ സിസ്റ്റത്തിന് ഓൾറെഡി സ്റ്റേബിൾ ആയിരുന്ന സിസ്റ്റം സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടു. എന്താണ് നഷ്ടപ്പെടാൻ കാരണം? ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആയിരുന്നെങ്കിൽ ഇക്വിലിബ്രിയം ഉണ്ടായേനെ. എന്ന കോൺസെൻട്രേഷൻ മാറി. എന്താണ് മാറ്റം? ഇൻക്രീസ്. അപ്പൊ എങ്ങനെ തിരിച്ച് ഇക്വിലിബ്രിയത്തിലേക്ക് എത്താൻ പറ്റും? ഉണ്ടായ മാറ്റത്തിനെ കൗണ്ടറാക്ട് ചെയ്യണം, ഇൻക്രീസിനെ ഡിക്രീസ് ചെയ്യണം. അതായത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസിനെ ഡിക്രീസ് ചെയ്യണം. എ പ്ലസ് ബി ഗിവ് സി പ്ലസ് ഡി എന്ന് പറയുന്ന റിയാക്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് കൂട്ടി എന്ന് കരുതിക്കോ. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് കുറയ്ക്കണം. അതായത് റിയാക്ടന്റ് റിയാക്ട് ചെയ്ത് പോകണം. റിയാക്ടന്റ് റിയാക്ട് ചെയ്ത് പോകണമെങ്കിൽ ഫോർവേഡ് ഡയറക്ഷനിൽ റിയാക്ഷൻ നടക്കണം. സോ വാട്ട് ഈസ് ദി എഫക്ട്? ദി എഫക്ട് ഈസ് ഫോർവേഡ് റിയാക്ഷൻ. അതായത് ഇക്വിലിബ്രിയം നഷ്ടപ്പെടും. ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ വേണ്ടി സിസ്റ്റം മുന്നോട്ട് നീങ്ങും. മുന്നോട്ട് നീങ്ങിയിട്ട് പഴയ ഇക്വിലിബ്രിയത്തിലേക്ക് വരും, അല്ലെങ്കിൽ പഴയ സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് വരും. ഇഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഇസ് ഇൻക്രീസ്ഡ്, ദി എഫക്ട് ഈസ് ഫോർവേഡ് റിയാക്ഷൻ. ഇഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഇസ് ഡിക്രീസ്ഡ്, കുറച്ചാൽ എന്താ ഉണ്ടാവുക? യെസ്, ഉണ്ടായ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ആണ്. എന്തായിരിക്കും കൗണ്ടറാക്ഷൻ? ഇൻക്രീസ്. ഉണ്ടായ മാറ്റം ഡിക്രീസ് ആണെങ്കിൽ കൗണ്ടറാക്ഷൻ വിൽ ബി ഇൻക്രീസ്. ഹൗ ഡു യു ഇൻക്രീസ് ദി കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്? യെസ്, അവിടെയുള്ള പ്രോഡക്ട്സ് റിയാക്ട് ചെയ്തിട്ട് റിയാക്ടന്റ് ആയിട്ട് മാറണം. അതായത് അവിടെ പ്രോഡക്ട്സ് നഷ്ടമാവണം, റിയാക്ടൻസ് ഉണ്ടായി വരണം. എങ്കിൽ ബാക്ക്വേർഡ് ഡയറക്ഷനിൽ റിയാക്ഷൻ നടക്കണം. therefore the effect is backward reaction. ബുദ്ധിമുട്ടില്ലല്ലോ? എങ്കിൽ if concentration of products is increased, എന്താ ഉണ്ടാവുക? യെസ്, വീണ്ടും ഇക്വിലിബ്രിയം നഷ്ടമായി. ഇക്വിലിബ്രിയം നഷ്ടമാവാൻ കാരണം എന്താ? ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ്. എങ്ങനെ ഇക്വിലിബ്രിയത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും? കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് കുറയ്ക്കണം. കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് കുറയ്ക്കണമെങ്കിൽ പ്രോഡക്ട്സ് റിയാക്ട് ചെയ്തിട്ട് റിയാക്ടൻസ് ആയിട്ട് മാറണം. therefore ഏത് ഡയറക്ഷനിൽ റിയാക്ഷൻ നടക്കും? യെസ്, ബാക്ക്വേർഡ് ഡയറക്ഷനിൽ റിയാക്ഷൻ നടക്കും. or backward reaction നടക്കും if concentration of products is decreased. ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഉണ്ടായ മാറ്റം എന്താ? ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് products. How do you counteract it? By increasing the concentration of products. In order to increase the concentration of products, system moves in the forward direction. What is the effect? The effect is forward reaction, or system moves in the forward direction in order to attain equilibrium. So these are the effects of concentration change with respect to Haber's process. Haber's process നോക്കുകയാണെങ്കിൽ N2 plus 3H2 gives 2NH3. ഇത്തരത്തിലുള്ള ഒരു പ്രോസസ് ഉണ്ടാകുമ്പോൾ നിങ്ങളായിട്ട് ഈ ഒരു റിയാക്ഷൻ നടത്താന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉദ്ദേശം നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ഇവിടെയുള്ള ഉദ്ദേശം? അമോണിയ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള ഉദ്ദേശം. ഇവിടെ എടുക്കുന്ന നൈട്രജനും ഹൈഡ്രജനും കംപ്ലീറ്റ്ലി അമോണിയ ആയിട്ട് മാറിയിരുന്നെങ്കിൽ അത് ഫേവറബിൾ കണ്ടീഷൻ ആയനെ. എന്താണ് എടുക്കുന്ന മൊത്തം റിയാക്ടൻസ് പ്രോഡക്ട്സ് ആയിട്ട് മാറും. പക്ഷെ അങ്ങനെ സാധ്യമല്ല. എന്താണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്? ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് നൈട്രജനും കുറച്ച് ഹൈഡ്രജനും റിയാക്ട് ചെയ്തു, കുറച്ച് amount ഓഫ് അമോണിയ ഉണ്ടായി, അതിനുശേഷം ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു. ഇനി ഫർദർ അമോണിയ ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ നെറ്റ് റിയാക്ഷൻ ഇല്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. റിയാക്ഷൻ നിന്നു ഒരിക്കലും പറയാൻ പാടില്ല. ദിസ് ഇസ് എ ഡൈനാമിക് ഇക്വിലിബ്രിയം. റിയാക്ഷൻ is proceeding the forward direction and backward direction at the same rate. Therefore net effect is zero. Further ammonia is not being produced. Hence in order to produce more ammonia you need to lose the equilibrium. Equilibrium ഉള്ളിടത്തോളം കാലം അമോണിയ ഉണ്ടാവുന്നില്ല. എങ്കിൽ ഇക്വിലിബ്രിയം നഷ്ടപ്പെടുത്തണം. ഇക്വിലിബ്രിയം നഷ്ടപ്പെടുത്തിയാൽ മാത്രം പോരാ, നഷ്ടപ്പെട്ടതിന് ശേഷം ഫോർവേഡ് ഡയറക്ഷൻ റിയാക്ഷൻ ഉണ്ടാവണം. ബാക്ക്വേർഡ് ഡയറക്ഷൻ റിയാക്ഷൻ ഉണ്ടായാൽ വെളുക്കാൻ തേച്ച് പാണ്ടായി പോയി. എന്താ? ഇനിയും അമോണിയ ഉണ്ടാക്കാൻ ശ്രമിച്ചു, ഉള്ള അമോണിയ ഇല്ലാണ്ടായി. അതുകൊണ്ട് തന്നെ ഇക്വിലിബ്രിയം നഷ്ടമാവുകയും വേണം, ഫോർവേഡ് റിയാക്ഷൻ നടക്കുകയും വേണം. രണ്ട് പോസിബിലിറ്റി ഉള്ളത്. ഒന്നുകിൽ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് കുറയ്ക്കാം, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് കൂട്ടാം. രണ്ട് രീതിയിൽ ചെയ്താലും ഫോർവേഡ് റിയാക്ഷൻ ഉണ്ടാവും, ബാക്ക്വേർഡ് റിയാക്ഷൻ ഉണ്ടായിട്ട് നമുക്ക് ഇപ്പോ തൽക്കാലം ഉപയോഗമില്ല. എങ്കിൽ രണ്ട് മെത്തേഡും ഫോളോ ചെയ്യാം. പക്ഷെ നമ്മൾ ഏതായിരിക്കും ഓപ്റ്റ് ചെയ്യാം? ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് കൂട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജനും ഹൈഡ്രജനും കൂടുതൽ ആവശ്യമാണ്. നമ്മൾ ഇനിയും നൈട്രജനും ഹൈഡ്രജനും ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. റോ മെറ്റീരിയൽസ് ഫർദർ ആവശ്യമാവും. അതുകൊണ്ട് തന്നെ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് കുറയ്ക്കുന്നതാണ് നല്ലത്. അമോണിയ റിയാക്ഷൻ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള അമോണിയ റിമൂവ് ചെയ്താൽ എന്തുണ്ടാവും? കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് കുറഞ്ഞു. ഇൻ ഓർഡർ ടു അറ്റൈൻ ഇക്വിലിബ്രിയം സിസ്റ്റം മൂവ്സ് ഇൻ ദി ഫോർവേഡ് ഡയറക്ഷൻ. മോർ അമോണിയ ഈസ് ബീയിങ് ഫോംഡ്.
വീണ്ടും ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും, വീണ്ടും അമോണിയ എടുത്ത് മാറ്റിക്കോ, വീണ്ടും ഫോർവേഡ് റിയാക്ഷൻ. അങ്ങനെ അമോണിയൻ എടുത്ത് മാറ്റുന്നോറും ഫോർവേഡ് റിയാക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും, കാലാകാലം ഉണ്ടായിക്കൊണ്ടിരിക്കില്ല. കുറച്ച് കഴിഞ്ഞാൽ അവിടെ നൈട്രോജൻ ഒക്കെ ലിമിറ്റഡ് ആണ് കേട്ടോ. ഓക്കെ, എങ്കിൽ ദാറ്റ് ഈസ് ദി എഫക്ട് ഓഫ് കോൺസെൻട്രേഷൻ ചേഞ്ച്. നെക്സ്റ്റ് വി നീഡ് ടു സീ എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ചേഞ്ച്. ഓക്കെ, എങ്കിൽ എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ചേഞ്ച് മനസ്സിലാക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ തെർമോഡൈനാമിക്സിൽ നിങ്ങൾ റിയാക്ഷൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? എൻഡോതെർമിക് റിയാക്ഷൻ ആൻഡ് എക്സോതെർമിക് റിയാക്ഷൻ. വാട്ട് ആർ എൻഡോതെർമിക് റിയാക്ഷൻസ്? Endothermic reactions are the reactions in which there is absorption of energy in the form of heat. Exothermic reactions are reactions in which there is release of energy in the form of heat. Heat energy absorb ചെയ്യുകയാണെങ്കിൽ എൻഡോതെർമിക്, ഹീറ്റ് എനർജി റിലീസ് ചെയ്യുകയാണെങ്കിൽ എക്സോതെർമിക് റിയാക്ഷൻ. അപ്പോൾ രണ്ട് തരത്തിലുള്ള റിയാക്ഷൻസ് ഉണ്ട്. എങ്കിൽ എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ചേഞ്ച് കാണണമെങ്കിൽ ആ റിയാക്ഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു എൻഡോതെർമിക് റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണ് നടക്കുന്നത് കരുതിക്കോ. ഒരു എക്സോതെർമിക് റിയാക്ഷൻ നടക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ് ടു ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം? എക്സോതെർമിക് റിയാക്ഷൻ ഏത് ഡയറക്ഷനിലാണോ ആ ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത് എങ്കിൽ ആ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ എങ്ങനെയാണ് എഫക്റ്റ് ആവുന്നത്? എക്സോതെർമിക് റിയാക്ഷൻ റിയാക്ടൻസ് പ്രോഡക്ട്സ് ആയിട്ട് മാറുമ്പോൾ there is release of heat energy. ഈ നിങ്ങൾ ഇരിക്കുന്ന റൂമിനെ ഒരു സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്തോ. നിങ്ങൾ ഏത് റൂമിലാണോ ഇരിക്കുന്നത് അതാണ് നിങ്ങളുടെ റിയാക്ഷൻ വെസൽ. എങ്കിൽ ആ റിയാക്ഷൻ വെസലിലേക്ക് ഹീറ്റ് ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ റിയാക്ഷൻ വെസലിന്റെ അകത്തുള്ള ടെമ്പറേച്ചർ കൂടുമോ കുറയുമോ? എന്നെ പറ്റി നിങ്ങൾ ചിന്തിക്കരുത്. ഞാനാണ് റിയാക്ടന്റ് എങ്കിൽ ഞാൻ എന്നെ പറ്റിയല്ല, ഞാൻ റിയാക്ടന്റിനെ പറ്റിയല്ല ചിന്തിക്കുന്നത്, ഞാൻ സിസ്റ്റത്തിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം കൂടുമോ കുറയുമോ? ഞാൻ ഇങ്ങനെ ഹീറ്റ് റിലീസ് ചെയ്തു ാണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കാണുന്ന സിസ്റ്റത്തിന്റെ അകത്തുള്ള ടെമ്പറേച്ചർ കൂടും. Therefore, if system proceeds in exothermic direction, temperature of the system increases. എന്നാൽ നേരെ തിരിച്ചു നോക്കാം. If system proceeds in എൻഡോതെർമിക് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് എങ്കിൽ അവിടെയുള്ള ഹീറ്റ് മൊത്തം അബ്സോർബ് ചെയ്യാണ്. ഈ റൂമിന്റെ അകത്തുള്ള ചൂട് മൊത്തം ഞാൻ അബ്സോർബ് ചെയ്യാണ്. അപ്പൊ ഈ റൂമിന്റെ അകത്തുള്ള ചൂട് കുറഞ്ഞു, ടെമ്പറേച്ചർ ഓഫ് ദി സിസ്റ്റം ഡിക്രീസസ്. ഓക്കെ, ഇത് സിസ്റ്റം മൂവ് ചെയ്താൽ ഉണ്ടാവുന്ന മാറ്റമാണ്. എങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞ സിസ്റ്റത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റമാണ്. ഇത് സിസ്റ്റത്തിൽ ഉണ്ടായ മാറ്റം, അത് സിസ്റ്റം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഉണ്ടായ മാറ്റമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഞാനായിട്ട് വരുത്താൻ പോകുന്ന മാറ്റമാണ്. ഇഫ് ടെമ്പറേച്ചർ ഓഫ് സിസ്റ്റം ഈസ് ഇൻക്രീസ്, ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ കൂട്ടിയാൽ സിസ്റ്റത്തിന്റെ ഇക്വിലിബ്രിയം നഷ്ടമാവും. കാരണം കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഉള്ളപ്പോഴാണ് ഇക്വിലിബ്രിയം ഉള്ളത്. ടെമ്പറേച്ചർ കൂടി എന്നുള്ളൊരു കാരണം കൊണ്ട് ഇക്വിലിബ്രിയം നഷ്ടമായി. വീണ്ടും ഇക്വിലിബ്രിയത്തിലേക്ക് എത്തണം. ഹൗ? അക്കോർഡിംഗ് ടു Le Chatelier principle, to counteract, system will readjust itself to counteract the effect of the change. What is the counteraction of increase of temperature? Counteraction is decrease in temperature. Decrease in temperature ഉണ്ടാവണമെങ്കിൽ ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യണം? എൻഡോതെർമിക് ഡയറക്ഷനിൽ മൂവ് ചെയ്യണം. If temperature is increased, system shifts in എൻഡോതെർമിക് ഡയറക്ഷൻ. വീണ്ടും ഞാൻ പറയാം, ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. ഇതെന്താ പറയുന്നത്? സിസ്റ്റം എക്സോതെർമിക് ഡയറക്ഷനിൽ മൂവ് ചെയ്താൽ ഉണ്ടാവുന്ന മാറ്റം ടെമ്പറേച്ചർ കൂടും, സിസ്റ്റം എൻഡോതെർമിക് ഡയറക്ഷനിൽ മൂവ് ചെയ്താൽ ഉണ്ടാവുന്ന മാറ്റം ടെമ്പറേച്ചർ കുറയും എന്നുള്ളതാണ്. ഞാൻ വന്നിട്ട് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ കൂട്ടിയാൽ സിസ്റ്റം ആഗ്രഹിക്കുന്നത് വീണ്ടും ഇക്വിലിബ്രിയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ടെമ്പറേച്ചർ കുറയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എൻഡോതെർമിക് ഡയറക്ഷനിൽ മൂവ് ചെയ്താലേ കാര്യമുള്ളൂ. എൻഡോതെർമിക് ഡയറക്ഷനിൽ മൂവ് ചെയ്താലേ ടെമ്പറേച്ചർ കുറയുള്ളൂ. എക്സോതെർമിക് ഡയറക്ഷനിൽ മൂവ് ചെയ്താലേ ടെമ്പറേച്ചർ കൂടും. വീണ്ടും കൂടിയിട്ട് കാര്യമില്ല, കുറയ്ക്കണം. അപ്പൊ കുറയ്ക്കാൻ വേണ്ടി സിസ്റ്റം ഷിഫ്റ്റ്സ് ഇൻ ദി എൻഡോതെർമിക് ഡയറക്ഷൻ. എങ്കിൽ ഇഫ് ടെമ്പറേച്ചർ ഓഫ് ദി സിസ്റ്റം ഈസ് ഡിക്രീസ്ഡ്, നിങ്ങളായിട്ട് ടെമ്പറേച്ചർ കുറച്ചാൽ സിസ്റ്റം ആഗ്രഹിക്കുന്ന ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടിയാണ്. കൗണ്ടറാക്ഷൻ ഈസ് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദി ടെമ്പറേച്ചർ എന്താ ചെയ്യേണ്ടത്? ടെമ്പറേച്ചർ കൂട്ടണമെങ്കിൽ എക്സോതെർമിക് ഡയറക്ഷനിൽ മൂവ് ചെയ്തേ പറ്റൂ. ഇൻ എക്സോതെർമിക് ഡയറക്ഷൻ വളരെ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ വെച്ച് നോക്കാം. N2 + 3H2 gives 2NH3. ഇതിലിപ്പോ ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് എന്താണ്? യെസ്, വാട്ട് ഈസ് ദ ഫേവറബിൾ കണ്ടീഷൻ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ ഫോർ മാക്സിമം yield ഓഫ് അമോണിയ? ഏറ്റവും കൂടുതൽ അമോണിയ ഉണ്ടാവാൻ നിങ്ങൾ
ടെമ്പറേച്ചർ കുറവ് കൊടുക്കണോ കൂടുതൽ കൊടുക്കണോ എന്നുള്ളതാണ് ചോദ്യം. എങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്. എങ്കിൽ നമുക്ക് ആവശ്യം ഫോർവേഡ് റിയാക്ഷൻ ആണ്. ഫോർവേഡ് റിയാക്ഷൻ ഉണ്ടാവണമെങ്കിൽ എക്സോതെർമിക് ഡയറക്ഷനിൽ മൂവ് ചെയ്യണം. എക്സോതെർമിക് ഡയറക്ഷനിൽ മൂവ് ചെയ്യണമെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കണം. വീണ്ടും ഞാൻ പറയാം, ദിസ് ഈസ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷൻ ഈസ് എക്സോതെർമിക്. ഇൻ ഓർഡർ ടു അറ്റൈൻ ഫോർവേഡ് റിയാക്ഷൻ യു നീഡ് ടു ഹാവ് സിസ്റ്റം ഷിഫ്റ്റിംഗ് ഇൻ എക്സോതെർമിക് ഡയറക്ഷൻ. നിങ്ങൾക്ക് ഫോർവേഡ് റിയാക്ഷൻ ഉണ്ടാവണം. ഫോർവേഡ് റിയാക്ഷൻ ഉണ്ടാവണമെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക് ആണ്. അപ്പൊ എക്സോതെർമിക് ഡയറക്ഷനിൽ ഷിഫ്റ്റ് ചെയ്യാണ് വേണ്ടത്. എക്സോതെർമിക് ഡയറക്ഷനിൽ സിസ്റ്റം ഷിഫ്റ്റ് ചെയ്യണത് എപ്പോഴാണ്? ടെമ്പറേച്ചർ കുറച്ചാലാണ്. ഇതാ അവിടെ എഴുതിയിരിക്കുന്നു. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് പറയാം, വാട്ട് ഈസ് ദ ഫേവറബിൾ കണ്ടീഷൻ? ഫേവറബിൾ കണ്ടീഷൻ ഈസ് ടെമ്പറേച്ചർ കുറയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ഫേവറബിൾ കണ്ടീഷൻ ഈസ് ലോ ടെമ്പറേച്ചർ. ഓക്കെ, അത്തരം കാര്യങ്ങളാണ് വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ ചേഞ്ച്. Okay. Effect of addition of catalyst. Catalyst add ചെയ്താൽ what is the effect of addition of catalyst? വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നോ എഫക്ട്. നിങ്ങൾ കാറ്റലിസ്റ്റ് ആഡ് ചെയ്താൽ കെമിക്കൽ ഇക്വിലിബ്രിയത്തിലെ യാതൊരു എഫക്റ്റും ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങൾ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പൊട്ടൻഷ്യൽ എനർജി വേഴ്സസ് റിയാക്ഷൻ കോർഡിനേറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞ ഗ്രാഫ് ഉണ്ട്. അതിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കെമിക്കൽ കൈനറ്റിക്സ് ആണ്. എന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് ചെറിയ രീതിയിൽ ഞാൻ പറയാൻ പോണ് റിയാക്ടന്റ്, പ്രോഡക്റ്റ്, ആക്ടിവേറ്റഡ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ്. ഇത് അരീനിയസ് കൊണ്ടുവന്ന ഒരു തിയറിയാണ്. അരീനിയസ് പറഞ്ഞത് ഏതൊരു റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറണമെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യണം. ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഹാസ് ഹൈ എനർജി സ്റ്റേറ്റ്. ഇറ്റ്സ് എനർജി ഈസ് ഹയർ ദാൻ ദി എനർജി സ്റ്റേറ്റ് ഓഫ് റിയാക്ടന്റ്സ് ആൻഡ് പ്രോഡക്ട്സ്. ഇൻ ഓർഡർ ഫോർ ദ റിയാക്ഷൻ ടു ഓക്കർ, ഈ റിയാക്ഷൻ നടക്കണമെങ്കിൽ നിർബന്ധമായും ആദ്യം ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ടാവണം. എന്നിട്ട് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഡീകമ്പോസ്ഡ് പ്രോഡക്ട്സ് ആയിട്ട് മാറാൻ പോകുന്നത്. എങ്കിൽ ഈ റിയാക്ടന്റ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആവാൻ എത്രത്തോളം എനർജി വേണമോ ആ എനർജിനെ വിളിക്കുന്ന പേരാണ്, യെസ്, പലരും ഗസ് ചെയ്തിട്ടുണ്ടാവും, ഇറ്റ് ഈസ് ആക്ടിവേഷൻ എനർജി. So the extra energy required by the reactants in order to form the activated complex is called as activation energy. And the NCERT പറഞ്ഞിരിക്കുന്നത് if catalyst is used, it is believed that catalyst provides a new low energy pathway for the reaction to proceed. Appo activated complex ആണ് പാത്വേ. പാത്വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ നടക്കാനുള്ള പാത. റിയാക്ഷൻ നടക്കാനുള്ള പാത ന്യൂ ലോ എനർജി പാത ആയിരിക്കും എന്നാണ് NCERT പറയുന്നത്. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസം അതാണ്. അവരുടെ വിശ്വാസം എന്താണ്? യെസ്, എനർജി കുറഞ്ഞ ഒരു പുതിയ കോംപ്ലക്സ് ഉണ്ടാവും എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. അപ്പൊ എനർജി കുറഞ്ഞ പുതിയ കോംപ്ലക്സ്, ദിസ് ഇസ് ദി ന്യൂ ആക്ടിവേഷൻ എനർജി. ഫോർവേഡ് റിയാക്ഷനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ആക്ടിവേഷൻ എനർജി ആദ്യം ഉണ്ടായിരുന്നത്. ഇതാണ് ഇപ്പോഴത്തെ ആക്ടിവേഷൻ എനർജി. ബാക്ക്വേർഡ് റിയാക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതായിരുന്നു ആദ്യത്തെ ആക്ടിവേഷൻ എനർജി ഫോർ ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇത് ഫോർവേഡ് റിയാക്ഷന്റെ കേസിൽ. ഇനി കാറ്റലിസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഇതാണ് ബാക്ക്വേർഡ് റിയാക്ഷന്റെ ആക്ടിവേഷൻ എനർജി. എന്തുകൊണ്ടാ? കാരണം ബാക്ക്വേർഡ് റിയാക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പ്രോഡക്ട്സ് ആണ് ഇനി മുതൽ റിയാക്ടൻസ്, എങ്കിൽ റിയാക്ടൻസ് ആണ് ഇനി മുതൽ പ്രോഡക്ട്സ്. രണ്ടിലും ഉണ്ടായ മാറ്റം നിങ്ങൾ അളന്നു നോക്കുക. രണ്ടിലും ഉണ്ടായ മാറ്റം സെയിം ആണ്. ആക്ടിവേഷൻ എനർജി ഫോർവേഡ് റിയാക്ഷനെയും ബാക്ക്വേർഡ് റിയാക്ഷനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ മാറ്റം സെയിം ആണ്. അപ്പൊ ആക്ടിവേഷൻ എനർജി നമ്മൾ റേറ്റ് കോൺസ്റ്റന്റും ആക്ടിവേഷൻ എനർജിയും തമ്മിലുള്ള റിലേഷൻ എവിടെ പഠിക്കുന്നുണ്ട്? യെസ്, അരീനിയസ് ഇക്വേഷൻ എന്ന ഇക്വേഷൻ ഉണ്ട്. K = A e - RT. രണ്ടുപേരിലും ആക്ടിവേഷൻ എനർജിയിൽ ഉണ്ടായ മാറ്റം സെയിം ആണെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റ് ഫോർവേഡ് റിയാക്ഷന്റെയും ബാക്ക്വേർഡ് റിയാക്ഷന്റെയും ഈക്വൽ ആയിട്ട് മാറും. അതായത് ഫോർവേഡ് റിയാക്ഷന്റെയും ബാക്ക്വേർഡ് റിയാക്ഷന്റെയും റേറ്റ് ഈക്വൽ ആയിട്ട് മാറും. ഈക്വൽ ആയിട്ട് മാറുന്നത് കൊണ്ട് ഓൾറെഡി ഇക്വിലിബ്രിയം എത്തിയിരിക്കുന്ന സിസ്റ്റം ഓൾറെഡി ഫോർവേഡ് റിയാക്ഷൻ ബാക്ക്വേർഡ് റിയാക്ഷൻ ഒരേ റേറ്റിലാണ് സംഭവിക്കുന്നത്. കാറ്റലിസ്റ്റ് യൂസ് ചെയ്താൽ രണ്ടിലും ഇൻക്രീസ് ഉണ്ടായി. രണ്ടിൽ എന്ത് ഇൻക്രീസ് ആണ് ഉണ്ടായത്? തുല്യമായ ഇൻക്രീസ്. അപ്പോഴും രണ്ടുപേരും ഈക്വൽ ആണ്. ഈക്വൽ ആയതുകൊണ്ട് ഇപ്പോഴും ഇക്വിലിബ്രിയം തന്നെയാണ്. Therefore there is no effect on equilibrium. വളരെ സിമ്പിൾ. ദാറ്റ് ഈസ് ദി എഫക്ട് ഓഫ് അഡീഷൻ ഓഫ് കാറ്റലിസ്റ്റ്. ഇനി നമുക്ക് കാണാനുള്ളത് എഫക്ട് ഓഫ് പ്രഷർ ചേഞ്ച്. പ്രഷറിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായാൽ അതെങ്ങനെ നമ്മുടെ സിസ്റ്റത്തിനെ ബാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എങ്കിൽ ഒരു 2A + 3B gives 4C + 5D. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എല്ലാം ഗ്യാസസ് ആണെന്ന് എഴുതിയോ?
മൊത്തം ഗ്യാസസ് ഹോമോജീനിയസ് സിസ്റ്റം ആണ് എന്റെ കയ്യിലുള്ളത്. ആ ഗ്യാസസ് എല്ലാം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എത്ര മോൾസ് ഓഫ് ഗ്യാസസ് ഉണ്ട്? 5 മോൾസ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ 9 മോൾസ്. എങ്കിൽ പി വി ഈക്വൽ ടു എൻ ആർ ടി എന്ന് പറയുന്ന ഇക്വേഷൻ എഴുതി നോക്കിയാൽ പി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ. ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് എഴുതുകയാണെങ്കിൽ പി ഈക്വൽ ടു എൻ ആർ ടി ബൈ വി ആണ്. എ ബി സി ഡി എല്ലാരെയും സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് സെയിം ആണ്. എല്ലാവരും ഒരേ വെസലിലായതുകൊണ്ട് ടെമ്പറേച്ചർ സെയിം ആണ്. എല്ലാവരും ഒരേ വെസലിലായതുകൊണ്ട് ടോട്ടൽ വോളിയം സെയിം ആണ്. അതുകൊണ്ട് തന്നെ ആർ ടി ബൈ വി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാം, അത് ഏതാളാണ്, എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ നോക്കണ്ട. P will be directly proportional to number of moles. 1 mole of A, 1 mole of B, 1 mole of C, 1 mole of D എല്ലാം ഒരേ പ്രശ്നമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാം pressure is directly proportional to number of moles. If the reaction proceeds in the forward direction, what happens to number of moles? Number of moles left hand side 5, right hand side 9. Reaction മുന്നോട്ട് നീങ്ങാണെങ്കിൽ number of moles കൂടുകയാണ്. Number of moles കൂടിയാൽ സ്വാഭാവികമായിട്ടും പ്രഷർ കൂടും. ഇനി റിയാക്ഷൻ ബാക്ക്വേർഡ് ഡയറക്ഷനിലാണ് പ്രൊസീഡ് ചെയ്യുന്നതെങ്കിൽ 9ൽ നിന്നും number of moles 5ലേക്ക് കുറയാൻ പോവാണ്. 9 moles of ഗ്യാസിന്റെ സ്ഥാനത്ത് ഇനി 5 moles of gas ഉണ്ടാവുന്നത്. number of moles കുറയാണ്. number of moles കുറഞ്ഞാൽ പ്രഷർ കുറയും. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് എനിക്കൊരു കാര്യം പറയാം, if the system moves in the forward direction pressure increases, if the system moves in the backward direction pressure decreases. എന്നാൽ if pressure is increased, പ്രഷർ കൂട്ടിയാൽ സിസ്റ്റം ആഗ്രഹിക്കുന്നത് എന്താണ്? പ്രഷർ കുറയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. പ്രഷർ കുറയ്ക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ സിസ്റ്റം ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യണം? നമ്പർ ഓഫ് മോൾസ് ഡിക്രീസ് ചെയ്യുന്ന ഡയറക്ഷനിൽ മൂവ് ചെയ്യണം. നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞാലേ പ്രഷർ കുറയുള്ളൂ. അങ്ങനെയാണെങ്കിൽ സിസ്റ്റം ഷിഫ്റ്റ്സ് ഇൻ ഡയറക്ഷൻ ഓഫ് ഡിക്രീസിങ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസസ്. അവിടെ സോളിഡ്സോ ലിക്വിഡ്സോ അക്വസ് മീഡിയം ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ഗ്യാസ് ആണെങ്കിൽ മാത്രമേ പ്രഷറിനെ ബാധിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ പ്രഷർ നിങ്ങൾ കൂട്ടിയാൽ സിസ്റ്റം ഷിഫ്റ്റ് ഇൻ ഡയറക്ഷൻ ഓഫ് ഡിക്രീസിങ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസസ്. ഇഫ് പ്രഷർ ഈസ് ഡിക്രീസ്ഡ്, നിങ്ങളായിട്ട് പ്രഷർ കുറച്ചാൽ സിസ്റ്റം ആഗ്രഹിക്കുന്ന പ്രഷർ കൂട്ടാനാണ്. സിസ്റ്റത്തിന് പ്രഷർ കൂട്ടണമെങ്കിൽ അവിടെയുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസസ് കൂട്ടിയേ പറ്റൂ. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസസ് കൂട്ടാൻ വേണ്ടിയിട്ട് സിസ്റ്റം ഷിഫ്റ്റ്സ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് increasing number of moles of gases. ഓക്കെ, ഇനി എക്സാമ്പിളിലേക്ക് വരാം. ഈ എക്സാമ്പിളിലേക്ക് വരാണെങ്കിൽ ഫസ്റ്റ് കേസിൽ പ്രഷർ കൂട്ടിയാൽ സിസ്റ്റം ഡിക്രീസിംഗ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസസ് ഏത് ഡയറക്ഷനിലാ? യെസ്, ബാക്ക്വേർഡ് ഡയറക്ഷനിലാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ബാക്ക്വേർഡ് ഡയറക്ഷൻ റിയാക്ഷൻ ഉണ്ടാവും. വാട്ട് ഈസ് ദി എഫക്ട് ഓഫ് ഇൻക്രീസ് ഇൻ പ്രഷർ ഫോർ ദിസ് റിയാക്ഷൻ? എഫക്ട് ഈസ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇഫ് പ്രഷർ ഈസ് ഡിക്രീസ്ഡ്, പ്രഷർ ഡിക്രീസ് ചെയ്ത സിസ്റ്റം ആഗ്രഹിക്കുന്നത് പ്രഷർ കൂട്ടാനാണ്. പ്രഷർ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഫോർവേഡ് ഡയറക്ഷനിൽ റിയാക്ഷൻ നടക്കും. വളരെ സിമ്പിൾ ആണ്. എങ്കിൽ N2 plus 3H2O gives 2NH3. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 4, റൈറ്റ് ഹാൻഡ് സൈഡിൽ 2. എല്ലാം ഗ്യാസസ് ആണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. എങ്കിൽ ഇവിടെ വാട്ട് ഈസ് ദി ഫേവറബിൾ കണ്ടീഷൻ വിത്ത് റെസ്പെക്ട് ടു പ്രഷർ? പ്രഷർ കൂട്ടാണോ വേണ്ടത് കുറയ്ക്കാണോ വേണ്ടത്? എന്താ നോക്കുക, നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 4, റൈറ്റ് ഹാൻഡ് സൈഡിൽ 2. ഇഫ് റിയാക്ഷൻ മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ അവിടെ നോക്കുക, നമ്പർ ഓഫ് മോൾസ് കുറയാണ്, പ്രഷർ കുറയുകയാണ്. പ്രഷർ കുറയുന്ന ഡയറക്ഷനിൽ മൂവ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസസ് ഡിക്രീസ് ചെയ്യുന്ന ഡയറക്ഷനിൽ മൂവ് ചെയ്യണമെങ്കിൽ, ഡിക്രീസിംഗ് നമ്പർ ഓഫ് മോൾസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യണമെങ്കിൽ പ്രഷർ കൂട്ടണം. ഒന്നുകൂടി ഞാൻ പറയാം, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 4 moles, റൈറ്റ് ഹാൻഡ് സൈഡിൽ 2 moles. If the reaction is supposed to occur in the forward direction, then it has to move in the direction of decreasing number of moles. In order for the system to shift in the direction of decreasing number of moles of gases, pressure should be increased. So what is the favorable condition? Favorable condition is, with respect to pressure, it is high pressure. വളരെ സിമ്പിൾ ആയിട്ട് ഡീൽ ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ആവശ്യാനുസരണം ചെയ്തോളണം. പ്രഷർ കൂട്ടിയാൽ ഡിക്രീസിംഗ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസസ്, പ്രഷർ കുറച്ചാൽ ഇൻക്രീസിംഗ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസസ്. സോ ദാറ്റ് ഈസ് എഫക്ട് ഓഫ് പ്രഷർ ചേഞ്ച്. ഇനി കാണാൻ പോകുന്നത് എഫക്ട് ഓഫ് ഇനേർട്ട് ഗ്യാസ് അഡീഷൻ. ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്താൽ എന്ത് എഫക്റ്റ് ആണ് ഉണ്ടാവാൻ പോകുന്നത്? ഇനേർട്ട് ഗ്യാസ് അഡീഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ 2 കണ്ടീഷൻസ് ഉണ്ട്, കോൺസ്റ്റന്റ് വോളിയം ആൻഡ് അടുത്തൊരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ നമുക്ക് നോക്കാം.
ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ സാധാരണ റിയാക്ഷൻ വെസലിലാണ് റിയാക്ഷൻ നടത്തുന്നതെന്ന് വെച്ചോ. നിങ്ങളുടെ സാധാരണ റിയാക്ഷൻ വെസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സച്ച് റിയാക്ഷൻ വെസൽസ് ആർ കോൾഡ് ആസ് റിജിഡ് റിയാക്ഷൻ വെസൽസ്. വാട്ട് ആർ റിജിഡ് റിയാക്ഷൻ വെസൽസ്? റിജിഡ് റിയാക്ഷൻ വെസൽസ് ആർ റിയാക്ഷൻ വെസൽസ് വിച്ച് ഹാവ് എ കോൺസ്റ്റന്റ് വോളിയം, എ ഫിക്സഡ് വോളിയം. ഇറ്റ് ഈസ് നോട്ട് അലൗഡ് ടു എക്സ്പാൻഡ് ഓർ കോൺട്രാക്ട്. അത്തരത്തിലുള്ള റിയാക്ഷൻ വെസൽസ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾ ഇനർട്ട് ഗ്യാസ് ആഡ് ചെയ്താൽ എന്ത് മാറ്റമാണ് ഉണ്ടാവാൻ പോകുന്നത്? യെസ്, എല്ലാവർക്കും അറിയാം, ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ആഡ് ചെയ്യുന്ന ഗ്യാസ് എന്തോ ഒരു ഗ്യാസ്, ഇനർട്ട് ഗ്യാസ് എന്ന് പറഞ്ഞ റിയാക്ഷനിൽ പങ്കെടുക്കില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, റിയാക്ഷനിൽ പങ്കെടുക്കാത്ത, റിയാക്ടന്റ് അല്ലാത്ത, പ്രോഡക്റ്റ് അല്ലാത്ത ഒരു ഗ്യാസ് ആഡ് ചെയ്തു എന്ന് കരുതി അത് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. റിയാക്ഷൻ വെസലിന്റെ അകത്താണെങ്കിലും ഇറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദി സിസ്റ്റം ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ടേക്കിംഗ് പാർട്ട് ഇൻ ദ റിയാക്ഷൻ. ഹെൻസ് നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ പ്രഷർ ഓഫ് ദ സിസ്റ്റത്തിൽ മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല, കോൺസെൻട്രേഷൻ ഓഫ് ദ സിസ്റ്റത്തിൽ മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല, വോളിയത്തിൽ മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. കോൺസ്റ്റന്റ് വോളിയം വെസലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കോൺസെൻട്രേഷൻ, വോളിയം, ടെമ്പറേച്ചർ ഒറ്റ ഫാക്ടേഴ്സിൽ മാറ്റമില്ലാത്തത് കൊണ്ട് നോ എഫക്ട് ഓൺ ഈക്വിലിബ്രിയം. നിങ്ങൾ ഇത് ആഡ് ചെയ്തു എന്ന് കരുതി സിസ്റ്റത്തിന്റെ ഒരു ഫാക്ടറിലും മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. Then there is no effect on equilibrium. Then at constant pressure, ഇതൊരു സ്പെഷ്യൽ കണ്ടീഷൻ ആണ്. ഈ സ്പെഷ്യൽ കണ്ടീഷൻ എപ്പോഴാണ് വരികയെന്നറിയോ? There are special type of reaction vessels which can be called as non-rigid reaction vessels. Such reaction vessels are special type of reaction vessels which will maintain constant pressure because they have the ability to expand and contract. എന്താണത്? യെസ്, റിയാക്ഷൻ വെസലിനെ എക്സ്പാൻഡ് ചെയ്യാനും കോൺട്രാക്ട് ചെയ്യാനും സംവിധാനമുണ്ട്. എങ്ങനെയാണ് എക്സ്പാൻഡും കോൺട്രാക്റ്റും ചെയ്യാ? എങ്ങനെ എക്സ്പാൻഡ് ചെയ്താലോ കോൺട്രാക്ട് ചെയ്താലോ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക, കോൺസ്റ്റന്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക, ആ രീതിയിൽ എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഉണ്ടാവും. ആണല്ലോ. നോക്കാം എന്താണ് കോൺസ്റ്റന്റ് പ്രഷറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന നോൺ റിജിഡ് റിയാക്ഷൻ വെസലിലേക്ക് ഞാൻ ഇനർട്ട് ഗ്യാസ് ആഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യണം. അത് സിസ്റ്റം ആണോ എന്നൊന്നും ആര് നോക്കൂല? റിയാക്ഷൻ വെസൽ നോക്കില്ല. റിയാക്ഷൻ വെസലിന്റെ അകത്തൊരു പ്രഷർ ഉണ്ടായിരുന്നു. നിങ്ങൾ ഇനർട്ട് ഗ്യാസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റത്തിന്റെ പ്രഷർ സെയിം ആയിരിക്കാം. പക്ഷേ റിയാക്ഷൻ വെസലിന്റെ അകത്തുള്ള ഇനർട്ട് ഗ്യാസിന്റെ അഡീഷൻ കാരണം പ്രഷർ കൂടും. പ്രഷർ കൂടിയാൽ എന്ത് ചെയ്യും? കോൺസ്റ്റന്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യണം. കോൺസ്റ്റന്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വോളിയം കൂടിയാൽ പോലെ. എന്താണ് പ്രഷർ കൂടിയതാണ് ഇപ്പൊ പ്രശ്നം. പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റിയാക്ഷൻ വെസൽ എന്താ ചെയ്യുന്നത്? റിയാക്ഷൻ വെസലിലേക്ക് ഇനർട്ട് ഗ്യാസ് ആഡ് ചെയ്തു. പ്രഷർ കൂടേണ്ടതായിരുന്നു. പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യണം, കോൺസ്റ്റന്റ് ആക്കണം. കോൺസ്റ്റന്റ് ആക്കാൻ വേണ്ടി പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് റിയാക്ഷൻ വെസൽ എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്താൽ വോളിയം ഇൻക്രീസ് ഉണ്ടാവും. ഇഫ് ഇനർട്ട് ഗ്യാസ് ഈസ് ആഡഡ്, വോളിയം increases. എന്തുകൊണ്ടാണ്? കോൺസ്റ്റന്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോൺ റിജിഡ് റിയാക്ഷൻ വെസൽസ് എക്സ്പാൻഡ് ചെയ്യുന്നതുകൊണ്ട് വോളിയം ഇൻക്രീസ് ഉണ്ടായത്. കോൺസെൻട്രേഷൻ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം. വോളിയം കൂടിയാൽ കോൺസെൻട്രേഷൻ കുറഞ്ഞു. അപ്പൊ മാറ്റം ഉണ്ടായി. നേരത്തെ പറഞ്ഞ പ്രശ്നമില്ലായിരുന്നു. വോളിയം കോൺസ്റ്റന്റ് ആയിരുന്നു. കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആയിരുന്നു. therefore there was no effect on equilibrium. but ഇപ്പോൾ വോളിയം കൂടിയതുകൊണ്ട് കോൺസെൻട്രേഷൻ കുറഞ്ഞു. എന്താണ് ഉണ്ടായ മാറ്റം? what is the change? Change is decrease in concentration. what is the counteraction? It should be increase in concentration. How can you increase the concentration? By increasing the number of moles. അപ്പോൾ റിയാക്ഷൻ ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യും? Yes, it shifts in the direction of increasing number of moles. ഏത് ഡയറക്ഷനിലാണോ നമ്പർ ഓഫ് മോൾസ് കൂടുന്നത് ആ ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് പഴയ ഇക്വിലിബ്രിയത്തിലേക്ക് സിസ്റ്റം എത്താൻ ശ്രമിക്കും. എക്സാമ്പിൾ കണ്ടു നോക്കാം. വീണ്ടും പഴയ എക്സാമ്പിൾ തന്നെ നോക്കാം. N2 + 3H2 gives 2NH3. ഇവിടെ കോൺസ്റ്റന്റ് വോളത്തിലാണ് ഇനർട്ട് ഗ്യാസ് ആഡ് ചെയ്യുന്നത്. വാട്ട് ഇസ് എഫക്ട്? നോ എഫക്ട്. ഇഫ് ദി ഇനർട്ട് ഗ്യാസ് ഇസ് ആഡഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, ഇൻക്രീസിംഗ് നമ്പർ ഓഫ് മോൾസ് ഡയറക്ഷൻ മൂവ് ചെയ്യും. ഏതാണ് ഇൻക്രീസിംഗ് നമ്പർ ഓഫ് മോൾസ് ഡയറക്ഷൻ? ബാക്ക്വേർഡ് ഡയറക്ഷൻ. 2 ൽ നിന്ന് 4. So if inert gas is added at constant pressure, system moves in the backward direction. This is effect of inert gas addition. എങ്കിൽ effect of volume change നമുക്ക് നോക്കാം. ഇവിടെ inert gas ആഡ് ചെയ്തതുകൊണ്ടാണ് വോളിയം ചേഞ്ച് ഉണ്ടായത് എങ്കിൽ വെറുതെ വോളിയം ചേഞ്ച് ഉണ്ടായത് കരുതിക്കോ. inert gas ഒന്നും ആഡ് ചെയ്യാതെ തന്നെ വോളിയം ചേഞ്ച് ഉണ്ടായാൽ that can be called as effect of volume change. effect of volume change പറയുകയാണെങ്കിൽ if
വോളിയം ഇസ് ഇൻക്രീസ്ഡ്. വീണ്ടും പഴയ കോൺസെപ്റ്റ് തന്നെ, C equal to N/V. വോളിയം കൂടിയാൽ കോൺസെൻട്രേഷൻ കുറഞ്ഞു. കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടിട്ട് നമ്പർ ഓഫ് മോൾസ് കൂട്ടിയാൽ മതി. നമ്പർ ഓഫ് മോൾസ് കൂട്ടാൻ വേണ്ടിട്ട് ഇറ്റ് വിൽ മൂവ്, സിസ്റ്റം ഷിഫ്റ്റ്സ് ഇൻ the direction of increasing number of moles. ഇനി നിങ്ങൾ വോളിയം കുറച്ചാലോ, if volume is decreased, വോളിയം കുറച്ചാൽ C equal to N/V, ഡിനോമിനേറ്റർ കുറഞ്ഞ കോൺസെൻട്രേഷൻ കൂടി. കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ വേണ്ടിട്ട് നമ്പർ ഓഫ് മോൾസ് കുറയ്ക്കും. നമ്പർ ഓഫ് മോൾസ് കുറയ്ക്കാൻ വേണ്ടി സിസ്റ്റം ഷിഫ്റ്റ്സ് in the direction of decreasing number of moles. So this is the effect of volume change. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ലേഷണറ്റിലെ പ്രിൻസിപ്പിൾ പഠിക്കാനുള്ളത്. നിങ്ങൾ വളരെ നന്നായിട്ട് പഠിക്കുക. എക്സാം വളരെ അടുത്തിരിക്കുകയാണ്. നന്നായി പഠിക്കുക. ഉള്ള സമയം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. അധികമൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. നന്ദി. ഹാവ് എ വണ്ടർഫുൾ ഈവനിങ്, നൈറ്റ്, മോർണിംഗ് ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്. താങ്ക് യു. ബൈ.